അണ്ണാമലൈ ഒരു സ്റ്റാറാണ്. തമിഴ്നാട്ടിൽ ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ പോലെ ഇല്ല എന്ന് നമുക്ക് പ്രധാനമായും പറയേണ്ടി വരും. ഈ അണ്ണാമലയ്ക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ BJP അവരുടെ MLA സീറ്റുകൾ അല്ലെങ്കിൽ പാർട്ടി തിരഞ്ഞെടുപ്പ് സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ BJPയെ വിമർശിക്കുന്നവർ ഇപ്പോൾ BJPയെ സ്നേഹിക്കുന്നവരായി മാറി കരച്ചിൽ നടത്തുകയാണ്. അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല, ഇതെന്താണ്, അണ്ണാമലയെ BJP ഇത്രത്തോളം ഉയർത്തിയതല്ലേ, അയ്യേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അണ്ണാമല എന്ന് പറയുന്ന വ്യക്തി ഒരു MLA ആയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. അണ്ണാമല എന്ന് പറയുന്ന വ്യക്തി ഒരു MP ആയിരിക്കേണ്ട വ്യക്തിയല്ല. ഇതിനു പിന്നിൽ കേന്ദ്രത്തിന്റെ വലിയ തന്ത്രമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അണ്ണാമല കുറച്ചു കാലം വനവാസത്തിലായിരുന്നു. ഇവിടെ പോയിരുന്നു. അണ്ണാമല അധ്യക്ഷ പദവിയിൽ നിന്നും അമിത്ഷാ 2 മണിക്കൂർ ചർച്ച നടത്തിയ ശേഷമാണ്, അണ്ണാമലയുമായിട്ട് ചർച്ച നടത്തിയ ശേഷമാണ് അണ്ണാമലയെ മാറ്റി നിർത്തിയത്. 2 മണിക്കൂർ അമിത്ഷാ ഒരാൾക്ക് വേണ്ടിയും ജീവിതത്തിൽ ചെലവഴിക്കാറില്ല ചർച്ചയ്ക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. മിനിറ്റിന് പോലും വിലയുള്ള ആഭ്യന്തരമന്ത്രി, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി 10 മിനിറ്റിൽ കൂടുതൽ ഒരു ചർച്ച ഒരാളുമായി സംഘടിപ്പിക്കാറില്ല, അതും ഒരു പാർട്ടി പ്രവർത്തകനുമായി. ഇപ്പോൾ ഇത് അണ്ണാമലയെ 2 മണിക്കൂർ ചർച്ച നടത്തി അവിടെ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം അണ്ണാമലയെ ഒരു രാഷ്ട്രീയ വനവാസത്തിന് പോയി, വിദേശത്ത് പോയി അണ്ണാമലയെ പല പഠനങ്ങളും നടത്തി തിരിച്ചു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അണ്ണാമല ഏത് പോസ്റ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പല ആൾക്കാരും പലപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്. അണ്ണാമല പാകപ്പെടുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ അജിത് ഡോവലിന്റെ പോസ്റ്റിലേക്കാണെങ്കിലോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം വയസ്സായി വരികയാണ്, വാർദ്ധക്യസഹജമായ അസുഖങ്ങളുമുണ്ട്. നാളെ അണ്ണാമലയെ ആ പോസ്റ്റിലേക്ക് നിയോഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത്. എന്തായാലും ഇതൊരു സോഷ്യൽ മീഡിയ കോൺസ്പിറസി തിയറിയാണ്. പക്ഷേ ഇനി കോൺസ്പിറസി തിയറി അല്ലാത്തൊരു കാര്യം പറയാം. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാനാണ് അണ്ണാമലയെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന എന്ന് പറയുന്നത്. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യാബിനറ്റ് പദവിയുള്ള ഒരു പോസ്റ്റാണ് അത് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടി പോസ്റ്റ്, അതും രാജ്യം ഭരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി ആയിട്ടുള്ള BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് അണ്ണാമല വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനു വേണ്ടിയാണ് അണ്ണാമലയെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ വീണ്ടും പറയുന്നു, ഒരിക്കലും ഒരു MLA ആയി ഒതുങ്ങേണ്ട ഒരു വ്യക്തിയല്ല. ന്യൂസ് ഡെസ്ക് മലയാളം.